നമസ്കാരം. ഇടതുമുന്നണി സർക്കാരിനെ പ്രശംസിച്ച് ലേഖനമെഴുതിയ ഡോക്ടർ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസിൽ പടപ്പുറപ്പാട് ശക്തം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തരൂരിനെതിരെ നടപടി വേണമെന്ന നിലപാടിലാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ പ്രശ്നത്തിൽ ഇടപെടും. തരൂരിനോട് കാര്യങ്ങൾ തിരക്കി തീരുമാനമെടുക്കുകയും ചെയ്യും. എന്നാൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ തരൂരിന്റേത് അച്ചടക്ക നടപടി എടുക്കേണ്ട വിവാദമല്ല എന്ന നിലപാടിലാണ്. രമേശ് ചെന്നിത്തലയും മയപ്പെടുത്തിയാണ് പ്രതികരിച്ചത്. ഭാവിയിൽ കോൺഗ്രസിന്റെ സാധ്യതകൾ തകർക്കുന്നതൊന്നും ഉണ്ടാകരുതെന്ന താക്കീത് തരൂരിന് ഹൈക്കമാൻഡ് നൽകിയേക്കും. പ്രവർത്തക സമിതി അംഗമെന്ന നിലയിലെ പരിഗണന തനിക്ക് കിട്ടുന്നില്ലെന്ന പരാതി തരൂരിനുണ്ട്. അതിനിടെ തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം കേരളത്തിലെ ചെറിയൊരു വിഭാഗം ഉയർത്താനും സാധ്യതയുണ്ട്. കേരളത്തിലെ വ്യവസായ രംഗത്ത് ഇടതു സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടായ വികസനം അക്കമിട്ട് നിരത്തി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ തരൂർ എഴുതിയ ലേഖനമാണ് വിവാദമായത്. കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരെ ശക്തമായ രംഗത്തു വന്നെങ്കിലും നിലപാട് തിരുത്തില്ല എന്നാണ് തരൂരിന്റെ പ്രതികരണം. വികസന മുരടിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിയമസഭയിലും പുറത്തും സർക്കാരിനെതിരെ കോൺഗ്രസ് പൊരുതുമ്പോഴാണ് എതിരാളിക്ക് മുൻതൂക്കം നൽകി തരൂരിന്റെ രംഗപ്രവേശം. ഈ സാഹചര്യത്തിൽ തരൂരിനെ നിലയ്ക്ക് നിർത്തണമെന്ന നിലപാടിൽ സതീശനും KCയും എത്തുന്നുണ്ട്. താക്കീത് ചെയ്ത് നേർവഴിക്ക് കൊണ്ടുവരണമെന്ന നിലപാടിൽ സുധാകരനും ചെന്നിത്തലയും ഉറച്ചു നിൽക്കുന്നുണ്ട്. യുവ നേതാക്കളും കരുതലോടെ വിഷയത്തിൽ പ്രതികരിക്കാനാണ് തീരുമാനം. നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ അഥവാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുന്നേറുന്ന അവകാശവാദത്തെ പരിഹസിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന നേതൃത്വം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K. മുരളീധരൻ MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പാർട്ടി വക്താവ് ജയറാം രമേശ് എന്നിവരും തരൂരിന്റെ നിലപാട് തള്ളിയിട്ടുണ്ട്. പലപ്പോഴും സംസ്ഥാന നേതാക്കളുടെ നിലപാടുകളെ തരൂർ പിന്തുണയ്ക്കാറില്ല. മുമ്പ് മോദി സർക്കാരിനെ അഭിനന്ദിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും വിവാദമായിരുന്നു. ഇടയുന്ന കൊമ്പനിൽ നിന്നും ഇണങ്ങുന്ന കടുവയായി കേരളം മാറുന്നുവെന്ന പ്രശംസയോടെയാണ് തരൂരിന്റെ ലേഖനം ആരംഭിക്കുന്നത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തിയതും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുന്ന കേരളത്തിന്റെ മുന്നേറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതിശയകരമാണ്. 1-2 വർഷം മുമ്പ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ 3 ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് 114 ദിവസമായിരുന്നു. കേരളത്തിലാകട്ടെ 236 ദിവസവും. എന്നാൽ കേരളത്തിൽ 2 മിനിറ്റ് കൊണ്ട് കമ്പനി തുടങ്ങാനാകുമെന്ന് മന്ത്രി P. രാജീവ് അടുത്തിടെ പ്രഖ്യാപിച്ചു. ഇത് അതിശയകരമായ മാറ്റമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം മുന്നിലെത്തി. AI ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ നയം നടപ്പിലാക്കി. ഇയർ ഓഫ് എന്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ 2,90,000 MSMEകൾ സ്ഥാപിച്ചു. ഈ മാറ്റങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ്. 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായതിന് സമാനമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായതെന്നും തരൂർ പറയുന്നുണ്ട്. എന്നാലും തരൂരിന്റെ ലേഖനം വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസിനുള്ള. അതേസമയം തരൂർ ലേഖനത്തിൽ CPMന് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ വികസന മുരടിപ്പ് കേരളത്തിലുണ്ട് എന്ന് പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷത്തെ വളരെ പ്രമുഖനായ ഒരു നേതാവ് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നെന്നും കേരളം വ്യവസായ സൗഹൃദമാണ് എന്നൊരു അഭിപ്രായവുമായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലൊരു പത്രത്തിന് ലേഖനം നൽകുന്നത്. ഇത് മുന്നിലേക്ക് വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുകയാണ് ഇടതുപക്ഷം.